ഹലോ ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യത്തെ നൈറ്റ് വാക്കാണ് ഇന്ന്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഒരു വാക്കാണ് ഇന്നത്തേത്. ഞാനും വീണയും പിന്നെ ഞങ്ങൾക്ക് 3 പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്നത്തെ വാക്കിനിറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ മാറി മറ്റൊരു പ്ലേസിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നടക്കുന്നത്. സത്യത്തിൽ ഒരു കാരണമില്ലാതെ ഇറങ്ങിയതാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ നടക്കാമല്ലോ എന്ന്. അങ്ങനെ പോണ വഴി ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു സെൻറ്ററാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ബോർഡൊക്കെ കണ്ടപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് സുഡിയോ. സുഡിയോ എന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണല്ലോ. നമ്മുടെ നാട്ടിലെ സുഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നപ്പോൾ എന്നാൽ പിന്നെ അവിടത്തെയും കൂടി ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. കൊള്ളാം, നല്ല അന്തരീക്ഷം, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അവിടെ ഞങ്ങൾ കറങ്ങി അടിച്ച് നടന്നു, ഒരുപാട് സാധനങ്ങൾ കണ്ട്, കുറേയൊക്കെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഡ്രസ്സ് ഐറ്റംസിൻ്റെയൊക്കെ അടുത്തുനിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസായ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്തേക്കാണ്. ഒരുപാട് ഷെയ്ഡുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എത്ര ഇട്ടാലും ഏത് ടൈപ്പ് ഇട്ടാലും നമുക്ക് മതി വരാത്ത ഒരേ ഒരു ഐറ്റം ലിപ്സ്റ്റിക് ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വീണയ്ക്ക് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അന്നത്തേക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ചെരുപ്പ് തപ്പി ഇറങ്ങിയതാണ്. എന്തായാലും ഈ ചെരുപ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അവൾക്ക് എന്നിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ചെറിയ ബ്രേസ്ലെറ്റ് എടുത്തു, 2 നെയിൽ പോളിഷും കാജലും ഒക്കെ എടുത്തു. പിന്നെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ പോയി. സ്റ്റുഡിയോയിലെ പ്രത്യേകതയാണല്ലോ, കവർ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 10 രൂപ അഡീഷണൽ കൊടുത്ത് കവറൊക്കെ മേടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഇറങ്ങിയ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് സ്റ്റുഡിയോയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങളൊരു പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഒരുപാട് സമയമെടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് വിഷമിച്ച്. കിട്ടിയ ഫുഡുമായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ വാതിൽക്ക് ചെന്നപ്പോൾ കോലമൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടിരിക്കുക. നാളെ ഇവിടെ പൊങ്കലാണ്, വളരെ ഗ്രാൻഡായിട്ടുള്ള സെലിബ്രേഷനാണ് ഇവിടുത്തെ. ഞങ്ങൾ ഇന്നാണ് അറിയുന്നത്. പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ തട്ടി വിശന്നിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് കാണാൻ മേലാത്തതുകൊണ്ട് ആക്രാന്തത്തിലാണ് എല്ലാം എടുക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് ഇത്തിരി സമാധാനമായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.